ഹായ് ഗായ്സ്, ബിഗ് ബോസ് ഒക്കെ അവസാനിച്ചു. ഫിനാലയിൽ അനുമോൾ കപ്പ് തൂക്കി, അനീഷ് ഫസ്റ്റ് റണ്ണറായി. ഇപ്പോൾ കോടന്നൂരിൽ ആഘോഷങ്ങളുടെ ഒരു മേളയാണ്. സത്യത്തിൽ അനുമോളും അനീഷും ഇവരുടെ രണ്ട് വോട്ടിൻ്റെയും അനലൈസിങ്ങിൽ നമ്മൾ നോക്കുമ്പോൾ കുറച്ച് പണത്തിൻ്റെ ഒരു ഇത് അനുമോൾ കാണിക്കുന്നുണ്ടെങ്കിലും, അതായത് തന്നെ പ്രൊമോഷൻ ചെയ്യാൻ മറ്റൊരാളെ ഏൽപ്പിക്കുകയും വിനു എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരനെ ഏൽപ്പിക്കുകയും ആ ആഘോഷത്തിൻ്റെയൊക്കെ ഒരു മറുപടിയായിരുന്നു അനുവിൻ്റെ ആഘോഷമെന്ന് വിന്നർ എന്ന മെറ്റീരിയൽ അല്ലാത്ത ഒരു വിന്നറായി മാറിയത്. പിന്നെ അനുമോൾ ഒരുപാട് സഹിച്ചിട്ടുണ്ട്. ബിഗ് ബോസിൽ ഒരുപാട് സഹനവും ക്യാപ്റ്റൻസി വരെ നഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റൻസ് എന്നതിൽ ഡിസർവിങ് ആയ ഒരു കണ്ടസ്റ്റൻ്റ്. പക്ഷേ രാജാവ് ആരാണെന്ന് പറഞ്ഞാൽ അനീഷ് തന്നെയാണ്. കാരണം ഒരു കൊട്ടാരത്തിൽ രാജാവ് ഉണ്ടെങ്കിൽ, റാണി ഉണ്ടെങ്കിൽ രാജാവ് ഉണ്ടാവണം. അതുപോലെയാണ് അനീഷ് എന്ന് പറയുന്ന തൃശ്ശൂർക്കാരൻ. അദ്ദേഹത്തിൻ്റെ നാട് അദ്ദേഹത്തിനെ ആഘോഷിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വരവേൽപ്പ് കൊച്ചിയിൽ ഇറങ്ങിയ ആ ഒരു വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബിൽ ഇട്ടപ്പോൾ 1K ആണ്. അതായത് അത്രയും ആരാധകർ അനീഷിനെ കാണാൻ ആ കൊച്ചിയിലെ എയർപോർട്ടിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ കോടന്നൂരുകാരൻ്റെ സ്വന്തം അനീഷിനെ കിട്ടിയ സ്വീകരണത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ പറയുന്നത്. വളരെ മികച്ച ഒരു സ്വീകരണം അനീഷിന് കിട്ടി എന്ന് തന്നെ നമുക്ക് പറയാം. ബ്യൂട്ടി ബട്ടർഫ്ലൈ എന്ന് പറയുന്ന ഒരു ചാനലിലൂടെയാണ് നമ്മളത് കാണുന്നത്. കുറച്ച് കണ്ട് നമുക്ക് ഈ വീഡിയോ വളരെ ആഘോഷകരമായി ജനങ്ങൾ ആർക്കുറച്ചടിച്ച് അനീഷിനെ, കോടന്നൂരുകാരൻ്റെ സ്വന്തം അനീഷിനെ അവർ സ്വീകരിച്ചു. നമ്മുടെയും സ്വന്തം അനീഷ്, അതായത് ഞാൻ അധികം വോട്ട് കൊടുത്തത് അനീഷിന് തന്നെയാണ്. ഈസ് കോമണർ. കാരണം ഞാനും ഒരു കോമണർ ആയതുകൊണ്ട്, കോമണർക്കല്ലേ എനിക്ക് വോട്ട് കൊടുക്കാൻ പറ്റും. ഐ ആം നോട്ട് സെലിബ്രേറ്റിംഗ്. ഞാനൊരു ചെറിയ ഷോർട്ട് ഫിലിം ആർട്ടിസ്റ്റ് ആണെങ്കിലും ഞാനും കോമണറാണ്. നിലവിൽ ഞാനൊരു കോമണർ ആയതുകൊണ്ട് അനീഷിനെ പിന്തുണച്ചുകൊണ്ട് അനീഷ് പറയുന്ന കാര്യങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ കോമണേഴ്സിൻ്റെ വാല്യൂകൾ ഉണ്ടായി. സംസാരിക്കുന്നു ഒരു തന്മയുള്ള സംഭാഷണമാണ് അനീഷിൻ്റെ. മറ്റുള്ളവരെ പോലെയല്ല, ഒരു ആരെയും കുത്തിനോവിക്കുന്ന സ്വഭാവം അനീഷിന് മത്സരാർത്ഥിക്കുണ്ടായിരുന്നു. കോടന്നൂർ അനീഷിന് മറ്റൊരാളെ ഹേർട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തി പോലും ആ ഷോയിൽ ഉണ്ടാവാത്ത കാലത്തോളം അദ്ദേഹം വിന്നർ തന്നെ. അദ്ദേഹത്തെ കാണാൻ ആളുകൾ എത്തുകയും ചെയ്യും. അദ്ദേഹത്തെ കാണാതിരിക്കുമ്പോൾ ഒരു ശ്വാസം മുട്ടൽ ആരാധകർക്ക് ഉണ്ടാകുകയും ചെയ്യും. ആ ഒരു ചിരി തന്നെയാണ് അനീഷിൻ്റെ എല്ലാം മറക്കുന്നത്. ഞാനും ഒരു അനീഷ് ഫാനായി മാറിപ്പോയി. കറക്റ്റ് ഇതുവരെയുള്ള എല്ലാ ബിഗ് ബോസിനെയും അനലൈസ് ചെയ്യുമ്പോൾ ഒരു അനീഷ് പ്രേമി ആവാതിരിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഭാവത്തിലും നിപ്പിലും അദ്ദേഹത്തിന് കാണിക്കുന്ന നിഷ്കളങ്കമായ സംഭവങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ഹൈലൈറ്റ് ചെയ്യാം. അത് ഷോയിൽ പറഞ്ഞിരുന്ന ചില ഡയലോഗ്സൊക്കെ പുറത്ത് വലിയൊരു ഡയലോഗായും അത് അനീഷിൻ്റെ മാത്രം പവറായും മാറിയിരിക്കും. സുപ്രഭാതം ബിഗ് ബോസ്, സുപ്രഭാതം. അനീഷിൻ്റെ സുപ്രഭാതമില്ലാതെ ബിഗ് ബോസിന് ഉറങ്ങാൻ കഴിയില്ല എന്ന് തന്നെ എനിക്ക് തോന്നിയിരുന്നു. അത് പകലാണ് പറയേണ്ടത്, പക്ഷേ രാത്രി പറഞ്ഞാലും അതൊരു ഡയലോഗ് മാത്രമായി മാറുകയും അത് അനീഷിൻ്റെ സ്വന്തം ഡയലോഗായി മാറുകയും ചെയ്യും. അനീഷ് പറയുമ്പോൾ അത് വേറൊരു മൂഡിലേക്ക് എത്തും. അനീഷ് മാത്രം പറയുമ്പോൾ ഈ ഡയലോഗിനൊക്കെ എന്തൊക്കെ പവറുള്ളൂ, എന്തോ ഒരു മാജിക് ഉണ്ട് എന്ന് തോന്നിപ്പോയി. അനുമോളിന് വിന്നറായപ്പോൾ
ആ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഒന്നും ജനങ്ങളുടെ മുഖത്ത് ഞാൻ കണ്ടില്ല. അനീഷിന് കിട്ടി. അനീഷ് എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോൾ ജനങ്ങളുടെ തിക്കും തിരക്കും കണ്ടിരുന്നു. അതൊരു ജനങ്ങളുടെ ആരാധകയാണ്. ജനങ്ങൾ തോറ്റെടുത്ത് ജനവിമുതിയാണ് അവിടെ കാണുന്നത്. ജനങ്ങൾ വോട്ട് ചെയ്ത് തോറ്റുപോയപ്പോൾ അവിടെ സെലിബ്രിറ്റിയുടെ കൂടെ നിന്നില്ല. ജനം ആർക്ക് വോട്ട് ചെയ്യുന്നു അവർക്കൊപ്പം നിൽക്കുന്നത് പോലെ ഒരു സാധാരണക്കാരന് കൊടുക്കുന്ന തൻ്റെ ഇടത്തോടെയാണ് വോട്ട് കൊടുക്കുന്നത്. ആ ഒരു വിന്നറായിയാണ് ഫസ്റ്റ് റണ്ണറപ്പായി വിജയം കൊണ്ടത്. കപ്പ് അത് ആര് കിട്ടുന്നുണ്ട്. കപ്പിലേക്കാളും ജനപിന്തുണ ആർക്കുണ്ട് എന്ന് നോക്കിയാണ് മനുഷ്യരെ അളക്കേണ്ടത് എന്നത് നമ്മൾ തൃശ്ശൂരിന്റെ കോടന്നൂരുകാരൻ അനീഷിനുള്ള കിട്ടിയ സ്വീകരണം സ്വന്തം നാട്ടിൽ ഇങ്ങനെയൊരു സ്വീകരണം കിട്ടുന്ന ഏറ്റവും വലിയ വ്യക്തിയായിരുന്നു. ഇതുപോലുള്ള പ്രളയം ഉണ്ടാവണം. ഇതൊക്കെ ഇനിയും കൂടണം. ഈ സ്നേഹം കൂടുകയാണ് വേണ്ടത്. ഇതോടെ അവസാനിക്കുകയല്ല വേണ്ടത്. ഒരു ബിഗ് ബോസ് ഷോ കാരണം ഇങ്ങനെയുള്ള സ്വീകരണങ്ങളല്ല നമ്മുടെ പ്രശ്നം. ഇങ്ങനെയുള്ള സ്വീകരണമൊന്നും നമുക്ക് പ്രശ്നമേ അല്ല. പക്ഷെ ഇതുകൊണ്ട് മറ്റുള്ളവർക്ക് ആപത്തോ സങ്കടങ്ങളോ ഒന്നും വരാൻ പാടില്ല. ഇന്ന് ഡൽഹിയിൽ വലിയൊരു സ്ഫോടനം നടന്ന ദിവസമാണ്. എന്നാലും ഒരു സ്വീകരണത്തിന് പങ്കെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ സ്വീകരണം കാണാനെങ്കിലും നമുക്ക് കിട്ടുന്ന നിമിഷം നമ്മൾ കളയരുത് എന്നാണ് ഞാനൊരു കണ്ണൂരുകാരനാണ്. തൃശ്ശൂരുകാരൻ്റെ സ്നേഹത്തിൽ പങ്കെടുക്കുന്നു എന്ന് നിങ്ങളോട് അറിയിക്കാൻ വേണ്ടി ഇട്ട ഒരു വ്ലോഗാണിത്. റിവ്യൂവല്ല, ഒന്നുമല്ല, എൻ്റെ ഒരു അഭിപ്രായം മാത്രമായി. ഇത്രയും ഫാൻസ് അനീഷിനുണ്ട് എന്നത് ഞാൻ നെട്ടി. നിങ്ങളെങ്ങനെയാണ് കണ്ടതെന്ന് കമൻറ്റ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു അനീഷിൻ്റെ നാട്ടിലെ കോടന്നൂരുകാരൻ്റെ സന്തോഷവും സമർപ്പണവും. ആ സമർപ്പണത്തിന്, ആ വോട്ടിന് ആ വോട്ട് കൊടുത്തതിൻ്റെ പവർ ജനങ്ങളിലുള്ളിൽ കാണുന്നുണ്ടായിരുന്നു. ഞാനും കണ്ടു. അത് സന്തോഷമായി. അനീഷിന് വോട്ട് കിട്ടിയ ആ ഒരു പവറിൽ തന്നെ ജനപിന്തുണയും കിട്ടിയെന്നതിൻ്റെ പവർ അത് അനീഷ് വാങ്ങിച്ചെടുത്തതാണ്. അനീഷ് സ്വന്തമായി വാങ്ങിച്ചെടുത്തതാണ്. പിന്നെ അനുവിൻ്റെ പിന്നിൽ നടന്ന കഥയൊക്കെ അതൊക്കെ അനീഷ് അവിടെ ലൈൻ കട്ട് എന്ന് പറഞ്ഞ ചാനലിലൂടെ തന്നെ കട്ടാക്കി കളഞ്ഞു. അനീഷ് ഒന്നും മനസ്സിൽ കൊണ്ട് നടക്കുന്ന വ്യക്തിയല്ല എന്നത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും പിന്നീട് അങ്ങോട്ട് പോകേണ്ട കാര്യങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യൻ തന്നെയാണ്. പക്ഷെ ഇപ്പോൾ സാധാരണക്കാരനല്ല, ഇപ്പോൾ ഒരു സെലിബ്രിറ്റിയായ സാധാരണക്കാരൻ എന്ന് പറയുന്ന ഒരു ടൈറ്റ്. അത് അനീഷിൻ്റെ സ്ട്രാറ്റജിയാണ്. അനീഷ് അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അതും നല്ലൊരു ഹ്യൂമൻ്റെ സൈക്കോളജിയാണ്. ആ സൈക്കോളജി നമ്മൾ ഉൾക്കൊള്ളുന്നു. നമ്മൾ പിന്തുണച്ച അനീഷിനെ നമ്മൾ തന്നെ അതല്ല എന്ന് പറയുമ്പോൾ നമ്മളവിടെ തെറ്റുകാരനാവും. ഒരിക്കലും പാടില്ല. വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളിൽ എന്തെങ്കിലും ഒരു ക്വാളിറ്റി നമ്മൾ കണ്ടിട്ടുണ്ടാവും. ആ ക്വാളിറ്റിയാണ് അനീഷിൻ്റെ ഫസ്റ്റ് റണ്ണറപ്പ് എന്ന സ്ഥാനത്തിൽ എത്തിച്ചത്. അത് വിജയത്തിൻ്റെ അത് ഒരു കപ്പേ ഉള്ളൂ. രണ്ടെണ്ണമായിട്ട് പകുതിയായിട്ട് കൊടുക്കാൻ പറ്റുന്ന സാധനമല്ല. അതുകൊണ്ട് അനീഷ് വിന്നറായതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. അനുമോളത് വേണമെന്ന് ഒരു ആഗ്രഹമേ ഇല്ല എന്നെനിക്ക് തോന്നി. അതുകൊണ്ട് അത് കിട്ടിയാലും ഇല്ലെങ്കിലും അനുമോൾ ഹാപ്പിയാണ്. പക്ഷെ അനീഷിൻ്റെ കോടന്നൂറുകാർക്ക് ആ നാട് സ്വീകരണത്തിൽ എത്തുക എന്നാണ്, ആ നാട് അറിയപ്പെടുക എന്നാണ്. അല്ലാതെ അനുമോൾക്ക് കിട്ടിയത് കൊണ്ട് അനുമോളുടെ നാടിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ അനീഷിൻ്റെ നാട്ടുകാരെയോ ജനങ്ങളോ അവിടെ അറിയപ്പെടും. അതാണ് അനീഷിൻ്റെ മിടുക്ക്. അനീഷ് കളിച്ചത് അനീഷിൻ്റെ നാട്ടുകാർക്ക് വേണ്ടിയായി. അത് ഒരു ബ്രില്യൻ്റാണ് എന്നത് ഞാൻ എപ്പോഴും പറയും. അനീഷ് ഈസ് ഗുഡ് ഗെയിമർ, ഗുഡ് കണ്ടസ്റ്റൻസ്. ആദ്യം കുറച്ച് വെറുപ്പിലായിരുന്നെങ്കിലും പിന്നീടുള്ള അനീഷിൻ്റെ എല്ലാ ഗെയിമും ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. അനീഷ് ചെയ്യുന്നതും പറയുന്നതും എല്ലാം
കണ്ടന്റിനും വേണ്ടിയുള്ള ഒരു അനീഷ് PR തന്നെയായിരുന്നു. ബൈ ഫോർ